ദുഃഖത്താൽ എൻ്റെ ഹൃദയം ഉരുകുന്നു, ദുഃഖത്താൽ എൻ്റെ ഹൃദയം ഉരുകുന്നു. ഞാൻ അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് കർത്താവേ എന്നെ ശക്തിപ്പെടുത്തണമേ. എന്റെ തെറ്റായ മാർഗങ്ങളെ എന്നിൽ നിന്ന് അകറ്റണമേ. കാരുണ്യപൂർവം എന്നെ നിയമം പഠിപ്പിക്കണമേ. ഞാൻ വിശ്വസ്തതയുടെ മാർഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങയുടെ ശാസനങ്ങള് എല്ലാം എന്റെ കൺമുമ്പിലുണ്ട്. ഉടമ്പടിയുടെ മാർഗമാണ് വിശ്വസ്തയുടെ മാർഗം എന്ന് പറയുന്നത്. 119:30 ഞാൻ വിശ്വസ്തയുടെ മാർഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. എൻ്റെ കരൾ ഉരുകുന്നു, പക്ഷെ വാഗ്ദാനത്താൽ നീ എന്നെ ശക്തിപ്പെടുത്തണമേ. കാര്യം ഉടമ്പടി വർക്ക് ചെയ്യണ വാഗ്ദാനത്തിലാണ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നിൻ്റെ ജീവിതത്തിൻ്റെയും വരാനിരിക്കുന്ന ജീവിതത്തിൻ്റെയും ഈ ഭൂമിയിൽ മനുഷ്യരാശി പുലരുന്ന അത്രയും കാലമുള്ള മാനവവംശത്തിൻ്റെ ലോകരാശിയുടെ മുഴുവനും ആവശ്യങ്ങളിലെ ഒരാപ്പാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. സാധ്യത ഞാൻ ഫുൾ ഓപ്ഷൻ എന്നൊക്കെ പറയും. കാര്യം 21 കൊല്ലം 36 കൊല്ലത്തെ കൗൺസിലിംഗ് ആണ്. 21 ലക്ഷത്തെ ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ എല്ലാ ധ്യാനത്തിലും പറയും. എന്താ കാര്യം എന്നറിയാമോ? ഈ കാര്യങ്ങളെല്ലാം ആൾക്കാരിൽ പ്രവർത്തിച്ച ദൈവത്തെ എനിക്കറിയാം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇതിനകത്ത് ഒരിക്കലും ഒരു നഷ്ടം വരത്തില്ല. ദൈവവേദലെ എവിടെയെങ്കിലും നിൻ്റെ ഇച്ഛാശക്തിക്ക് നീ ആഗ്രഹിക്കുന്ന രീതിയിൽ നടന്നില്ലെങ്കിൽ അതപ്പം തന്നെ നീ കൈപൊക്കി കർത്താവിൻ്റെ ആഗ്രഹം ഒന്ന് പ്രഖ്യാപിക്കണം. മനസ്സിലായില്ലേ? അത് നമ്മളെ ആഗ്രഹം നടക്കുന്നതിനേക്കാൾ ശക്തമായിട്ട് അത് നിനക്ക് വർക്കൗട്ട് ചെയ്ത് തരും. ഇവിടെ എന്താ എഴുതിയിരിക്കണത്? എൻ്റെ വിശ്വസ്തയുടെ മാർഗം. ഞാൻ സങ്കീർത്തനം 119:30 ഞാൻ വിശ്വസ്തയുടെ മാർഗം പറഞ്ഞേ. ഞാൻ വിശ്വസ്തയുടെ മാർഗം. അതാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ഉടമ്പടി വിശ്വാസത്തിലല്ല വർക്ക് ചെയ്യണത്, പിന്നെ എങ്ങനെയാണ്? വിശ്വസ്തതയിലാണ്. ആ വിശ്വസ്തയുടെ മാർഗം തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? അതായത് ദുഃഖത്താൽ എൻ്റെ ഹൃദയം ഉരുകുന്നു. ഓരോരോ വിഷയമില്ലേ, ദുഃഖത്താൽ ഉരുകുന്നു. പിന്നെന്താ പറയണത്? അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ. കാര്യം മനുഷ്യന് വാഗ്ദാനം കിട്ടാൻ ദൈവം എല്ലാം വാഗ്ദാനത്തിൻ്റെ രീതിയിലല്ലേ ഓഫർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീട്, ജോലി, വിവാഹം, പ്രൊമോഷൻ, PR, നമ്മുടെ എല്ലാ നിയമ പരീക്ഷകളും, അതുപോലെ തന്നെ മനുഷ്യൻ്റെ എല്ലാ മെയിൻ്റനൻസ് വിഷയങ്ങളെല്ലാം ദൈവം വാഗ്ദാനത്തിൻ്റെ രീതിയിലാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അല്ല, നമുക്ക് 1 ലക്ഷത്തിൽ ഒരു ഈ ഭൂമി ജീവിക്കാൻ പോകുന്ന മനുഷ്യൻ ഇപ്പം തന്നെ 800-1000 കോടിയുണ്ട്. ഈ കോടികൾക്കെല്ലാം 10,000 കോടി ആവശ്യങ്ങളാണ് ഉള്ളത്. ആ ഓരോ ആവശ്യങ്ങൾക്കും ഓരോരോ പ്രാർത്ഥനയല്ല, ദൈവം ഇതെല്ലാം കൺസൈസ് ചെയ്ത് വാഗ്ദാനമാക്കിയിരിക്കാൻ, പ്രോമിസാക്കിയിരിക്കാൻ. അത് രണ്ടായിട്ട് ദൈവം തിരിക്കും. പ്രോമിസിനാണ് എന്താണ്? ഞാൻ ചൂണ്ടിക്കാണിക്കണ ദേശം നിനക്ക് അവകാശമായി തരും. ആണ് ദേശം. ദേശം എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം ഉണ്ട്. ഒരു സ്ഥലത്ത് പോയി നമ്മൾ ജീവിക്കണമെങ്കിൽ എന്ത് വേണം? വീട് വേണം, പിന്നെ എന്ത് വേണം? വെള്ളം വേണം, പിന്നെ എന്താണ്? വഴി വേണം, പിന്നെ എന്താണ്? വണ്ടി വേണം, ഇൻ്റർനെറ്റ് വേണം, എല്ലാം. ദേശം എന്നുള്ള ഒറ്റ വാഗ്ദാനത്തിലാണ് ഇൻ്റർനെറ്റ് വരെ ഉള്ളത്. പിടിയിടുക. അതായത് എബ്രഹാത്തിനോട് എന്താ പറയണത്? ഞാൻ ചൂണ്ടിക്കാണിക്കണ ദേശം നിനക്ക് എന്ത് തരും? അനുഗ്രഹമായി നൽകുമെന്നല്ല പറയണത്, പിന്നെ എന്താണ്? അവകാശമായി നൽകും. അത് ഉടമ്പടി പ്രീസപ്പോസ് ചെയ്തുകൊണ്ട് മാത്രമേ അവകാശം പറയാൻ പറ്റത്തുള്ളൂ. കാര്യം വിശ്വാസി അവകാശമല്ല പ്രാപിക്കുന്നത്, അനുഗ്രഹമാണ് പ്രാപിക്കുന്നത്. ഉടമ്പടി ചെയ്യുന്നത് റിലേറ്റീവാണ്, റിലേഷനിലാണ്. അപ്പോഴെന്താ പറയുക? അവൻ അവകാശമാണ് പ്രാപിക്കുന്നത്. ചൂണ്ടിക്കാണിക്കുന്ന ദേശവും സന്താനങ്ങളും എന്നാണ് ഇതിനകത്തുള്ളത് മുഴുവനും. അപ്പം എല്ലാ കാര്യങ്ങളും, ഒന്ന് ദേശവും, പിന്നെ നിൻ്റെ ജീവിതം പുലരാൻ വേണ്ടിയുള്ള, നിൻ്റെ പേര് നിലനിർത്താൻ വേണ്ടിയുള്ള സന്താനങ്ങളെ. എന്നിട്ട് എബ്രഹാത്തിനോട് പറയും, എബ്രഹാം, ആദത്തിന് കൊടുത്ത പോലെയുള്ള ഒരു ഉടമ്പടിയല്ല ഞാൻ നീയുമായിട്ട് ചെയ്യണത്. നോക്കിന് കൊടുത്ത പോലെയുള്ള ഉടമ്പടിയല്ല. നോക്കിനോട് എന്താ പറഞ്ഞത്? നീ പെരുകി ഭൂമിയെ കീഴടക്കാൻ പറഞ്ഞു. നോക്കിന് കൊടുത്ത ഒരു വാഗ്ദാനം അതാണ്, നീ പെരുകി ഭൂമിയെ കീഴടക്കാൻ. 9 ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ. അതായത് നീ നോക്ക് എല്ലാം നശിച്ചു പോയില്ലായിരുന്നു, പ്രളയം വന്ന് എല്ലാം നശിച്ചില്ലേ? നിങ്ങൾ ഓർക്കണം, ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 1 കോടി കടം, 2 കോടി കടം, ബിസിനസ് പൂട്ടി തകർന്ന്, കൂടെ നിൽക്കണം, വഞ്ചിച്ചു, പറ്റിച്ചു, എൻ്റെ ജീവിത പങ്കാളി അവസ്ഥ ഇട്ടച്ചും പോയി എന്നൊക്കെ പറഞ്ഞ് നിലയും വിളിച്ച ആൾക്കാർ ഉടമ്പെടുക്കണത്. എന്നിട്ട് ഇവർ കണ്ണുനീരോടെ ഇങ്ങനെ വിതച്ചിട്ട് പോകും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ജയഘോഷത്തോടെ തിരിച്ച് വരും.
അവർ കണ്ണുനീരോടെയാണ് വിതക്കുന്നത്. ദേ ആർ ഗോയിങ് ക്യാരിങ് ദ ഷീപ്പ്. അതായത് ഷീപ്സ് അവരിങ്ങനെ അതായത് അവർ കണ്ണുനീരോടെ 126 സങ്കീർത്തനമാണ്. എനിക്കുള്ളത് 5-6 വചനങ്ങളാണ്. 126 സങ്കീർത്തനം. അവർ കണ്ണുനീരോടെ വിതക്കുന്നവൻ എപ്പോഴും കണ്ണീരോടാണ് വിതക്കുന്നത്. പക്ഷേ കൊയ്യണ സന്തോഷത്തോടെ കൊയ്യും. അവർ സാക്ഷ്യം വരെ 126:5 അതാണ്. കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. കണ്ണീരോടെ വിതക്കുന്നവരെ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. അതിക്ക് മുമ്പ് ഒരു വചനമുണ്ട്. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. ഇതാണ് ഉടമ്പടി സംഭവിക്കുന്നത്. ഇവിടെ വരണത് കണ്ണീരോടെയാണ് വരണത്. ഇവിടെ വരണത് എന്താണ്? കണ്ണീരോടെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം എന്താ? വണ്ടി ഇടിച്ച് 2 വിരൽ പോയി, ചതഞ്ഞു പോയി. ഇറച്ചി കഷ്ണം ചെറുത് തൂങ്ങിക്കിടപ്പുണ്ട്. വിരലിൻ്റെ സംഭവമൊന്നുമില്ല. അപ്പോൾ അവൻ കല്യാണം കഴിച്ചിട്ടില്ല, ചെറുപ്പക്കാരനാണ്. അപ്പോൾ വിരലിൽ പോയെന്ന് അവന് മനസ്സിലാക്കുമ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ പെണ്ണ് കിട്ടത്തില്ല, ജോലിയും കിട്ടത്തില്ല, ഞാൻ തിരിവായി പോയെന്ന് പറയാം. എല്ലാം തീർന്നെന്നാണ് വിചാരിക്കണേ. എല്ലാം തീർന്നു. അപ്പോൾ കണ്ണീരല്ലേ? അപ്പം അത് കണ്ണീരല്ലേ? വണ്ടി ഇടിച്ചതിൻ്റെ വിരൽ, ചെറുപ്പക്കാരൻ്റെ വിരൽ രണ്ടും ചതഞ്ഞു പോയെന്നല്ലേ? വിരലില്ല, അത്രയും ഭയങ്കര ഇടിയായിപ്പോയി. എന്നിട്ട് ഇവർ അമ്മ വന്ന് ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ സംഭവം വെച്ചാൽ, ഉടമ്പടിയിൽ ഒരു വാഗ്ദാനമുണ്ട്. അത് ഇതിൻ്റെ അകത്തുണ്ട്. അത് 126:4 ഒന്ന് വായിച്ചേ. നെഗേബിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ ഒന്ന് പറഞ്ഞ നെഗേബിലെ ജലപ്രവാഹങ്ങളെ എന്നതുപോലെ കർത്താവേ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. അപ്പം നെഗേബിലെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ കണ്ണീരിലാണ് പോയി വിതക്കണത്. വിതക്കണ സമയത്ത് അവിടെ മഴ ഉണ്ടാകത്തില്ല. ബാർലിയാണ് നെഗേബിൽ വിതക്കണത്. ഈ സങ്കീർത്തനം പഠിക്കാൻ വലിയ രസമാണ്. നമ്മൾ പറയണ സാധ്യത അത് അതിൻ്റെ അന്തർധാരകൾ അറിയുമ്പോഴാണ് നമുക്ക് ആത്മഹർഷം ഉണ്ടാവും. നെഗേബിൽ എന്ന് പറയുന്നത് ഇങ്ങനെ വിണ്ടുകീറി കിടക്കും. 11 മാസം വിണ്ടുകീറി കിടക്കും. എന്നിട്ട് മഴയൊന്നുമില്ല. ഇത് ഈ ജോർദാൻ്റെ തെക്ക് പടിഞ്ഞാറ് അറ്റമാണിത്. ജോർദാൻ്റെ രാജ്യത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് അറ്റം ആണ് ഈ നെഗേബ് എന്ന് പറയുന്നത്. ചെങ്കടലിൻ്റെ ഒരു മൂലയാണ്. പക്ഷെ മഴ പെയ്യത്തില്ല. പക്ഷേ എന്നിട്ട് ഈ വിണ്ട് കീറിക്കൊണ്ട് ഭൂമി കിടക്കും. എന്നിട്ട് ഈ കർഷകൻ എന്ത് ചെയ്യും? ഒരു മഴയും ഇല്ലെങ്കിലും ഇവിടെ കൊണ്ടുപോയി വിതച്ചും പോകും, ബാർലി വിതക്കും. അതാണ് ആ സങ്കീർത്തനം പറയണത്. കണ്ണുനീരോടെ വിതക്കുന്നവൻ കണ്ണുനീരോടെയാണ് വിതക്കണത്. മഴയില്ലല്ലോ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇവർ ജയഘോഷത്തോടെ കൊയ്യും. എന്താ കാര്യം എന്നറിയാവോ? ഇവിടെ മഴയില്ലെങ്കിലും വടക്ക് ഇസ്രയേലിൽ മഴ പെയ്യുമ്പോൾ ആ വെള്ളം ഇങ്ങോട്ട് ഇറങ്ങി വരും. ഇവിടെ മഴ ഉണ്ടാകത്തില്ല നെഗേബിൽ. പക്ഷേ ഇസ്രയേലിൽ വടക്കല്ലേ മഴ പെയ്താൽ ഭൂമി ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന കാരണം നമ്മുടെ ഭൂമിയെ പോലെയാണ്. ഇടുക്കി മഴ പെയ്താൽ ആലപ്പുഴ വരത്തില്ലേ, ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുകയല്ലേ. അതുപോലെ തന്നെയാണ് നെഗേബിൻ്റെ അവസ്ഥ. വടക്ക് മഴ പെയ്യുമ്പോൾ ഇവൻ തിരിച്ച് വരും. പക്ഷേ അത് മഴയില്ലാത്ത സമയത്ത് വിതച്ചിരിക്കുന്ന സ്ഥലം അപ്പോൾ ആ വിത്ത് ഈ മഴ വെള്ളം വരുന്ന സമയത്ത് അത് എടുത്ത് വരും. ഇത് മിനിമം വെള്ളത്തിലാണ് ആ സംഭവം കാഴ്ച വരണത്. അതാണ് അവൻ പറയണത്, നെഗേബിലെ നീർച്ചാലുകൾ എന്ന പോലെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. കാര്യം അവർ വിതച്ചത് അരാജകത്വത്തിലാണ് വിതച്ചിരിക്കണത്. വിണ്ടുകീറി വെള്ളമില്ലാത്ത സമയത്താണ് വിതക്കണത്. ഈ 2 വിരൽ പോകുന്നത് കണ്ണുനീരോടെയാണ് അവർ വിതക്കണത്. ഉടമ്പടി കൊണ്ടുവരുന്ന സാധനം എല്ലാം ഇങ്ങനെയാണ്. നിങ്ങളുടെ മുമ്പിൽ മഴ കാണുന്നില്ല, കാറ്റും കാണുന്നില്ല. രാജാക്കന്മാർ 3:15 ഒരു വചനമുണ്ട്, കാറ്റില്ല മഴയില്ല, അരുവിത്തടങ്ങൾ വെള്ളം കൊണ്ട് നിറഞ്ഞെന്ന്. ഇത് ബൈബിളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് മനുഷ്യൻ്റെ ജീവിതത്തിലും. നമ്മൾ മുമ്പിൽ നോക്കുമ്പോൾ നമ്മൾ രക്ഷപ്പെടാൻ മാർഗ്ഗം. ഡോക്ടർ പറയും ഇതിന് ഇറച്ചി കഷ്ണം പോലും ഇല്ലല്ലോ, പിന്നെ ഇതെങ്ങനെയാണ് വിരൽ വെച്ച് പിടിപ്പിക്കുന്നത്? അപ്പോൾ ഡോക്ടറിനോട് ഇവർ പറയും, അമ്മ പറയും, അവൻ ചെറുപ്പക്കാരൻ എൻ്റെ ഡോക്ടറെ, എന്ത് ചെയ്യും, ഈ വിരലില്ലാതെ ഇങ്ങനെ നടക്കാൻ പറ്റുമോ? അപ്പോൾ ഡോക്ടർ പറയും നമുക്ക് വിരൽ വെച്ച് പിടിപ്പിക്കാം. കാലൊക്കെ വെച്ച് പിടിപ്പിച്ച ഒരാൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. കാല് വെച്ച് പിടിക്കും, കാലിൻ്റെ പാദം അറ്റുപോയിട്ട് വേറൊരു പാദം ഉണ്ടാക്കി വെച്ചിട്ട് വിട്ടിരിക്കണത്. അപ്പോൾ അതുപോലെ ചെയ്യാമെന്ന് പറയും. പക്ഷേ ഈ അമ്മ വന്നിട്ട് ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്തിട്ട് രണ്ടാമത് ഉടമ്പടി ചെയ്തതോടുകൂടി പരിശുദ്ധ അമ്മ ഈ സംഭവം ഏറ്റെടുക്കും. കാര്യം അതാണ് ഒരു വിഷയം. അത് നിങ്ങളൊരു വിഷയം തന്നെയാണ്. ഉടമ്പടി ചെയ്യാൻ പോകുന്ന ആൾക്കാർ മനസ്സിലാക്കണം, അതൊരു വിഷയമാണ്. വെച്ചാൽ ഇവരുടെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഈ വിരൽ പോയി, എന്നിട്ട് ഒരു ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ഡോക്ടർ പറയും നമുക്ക് റീ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറയും. അപ്പോഴേ എന്താ പറയണത്? ഈ അമ്മ പറയണത്, അമ്മേ ഓപ്പറേഷൻ തിയേറ്ററിലാകുമ്പോൾ നീ രണ്ടാമത്തെ ഓപ്പറേഷന് നീ ചെല്ലണം,
കരലും വിരൽ നീ വെച്ച് കൊടുക്കണം. കാര്യം എന്താണ്? ഒരു ഓഫറിങ് ഇല്ലേ, ഉടമ്പടിയിൽ ഒരു വാഗ്ദാനമുണ്ടല്ലോ. അതല്ല ഇയാൾ പറയണത്. എന്താ പറയണത്? ദുഃഖത്താൽ എൻ്റെ ഹൃദയം ഉരുകുന്നു. 28:119 സങ്കീർത്തനം. എന്ന് പറഞ്ഞാൽ ദുഃഖത്താൽ എൻ്റെ ഹൃദയം ഉരുകുന്നു, അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് എന്നെ ശക്തിപ്പെടുത്തണമേ. ഇപ്പം എനിക്ക് ദുഃഖങ്ങളുണ്ടെങ്കിലും എനിക്കെന്താണ്? വാഗ്ദാനമുണ്ട്. അങ്ങയുടെ വാഗ്ദാനം എന്താണ്? ഐ വിൽ കം വിത്ത് യു. ശക്തനും ധീരനുമായിരിക്കുക. വിരൽ പോയാലും തല പോയാലും ദൈവത്തിൻ്റെ വചനം പറയും വാഗ്ദാനം എന്താണ്? ശക്തനും. അത് ജോഷുവ കൊടുത്തല്ലേ 1:9. ശക്തനും ധീരനുമായിരിക്കുക. എന്താണ്? ശക്തനും ധീരനുമായിരിക്കുക, ഞാൻ നിന്നോടൊപ്പം വരും. അത് വാഗ്ദാനമല്ലേ? അപ്പോൾ ഈ അമ്മ പ്രാർത്ഥിച്ചു, അമ്മയെ വാഗ്ദാനപ്രകാരം ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞു. അതാണ് വിഷയം, വാഗ്ദാനപ്രകാരം. എന്നിട്ട് ഇവർ പറയണ എന്താ സംഭവം? ഇവർ ഈ മനസ്സിൽ ഓർത്തതേ ഉള്ളൂ. എന്നിട്ട് ഇവർ ദർശനത്തിൽ സ്വപ്നത്തിൽ കാണും ഓപ്പറേഷൻ തിയേറ്ററിൽ അമ്മ നിൽക്കണത്. ഓപ്പറേഷൻ്റെ സമയത്ത് ഡോക്ടർ തിരിച്ചറിഞ്ഞ് പറയും 2 വിരലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത് രക്തോട്ടം തുടങ്ങിയെന്ന് പറയും. 2 വിരലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, രക്തോട്ടം തുടങ്ങി. അപ്പോൾ ആദ്യം വെച്ച് പിടിപ്പിച്ചിട്ട് രക്തോട്ടം ഇല്ലാഞ്ഞു. രണ്ടാമത് ബൈപ്പേഴ്സൺ മേരി അവിടെ ഓപ്പറേഷൻ തിയേറ്ററിലെത്തി. എന്തിൻ്റെ പ്രകാരം? വാഗ്ദാനപ്രകാരം. ഉടമ്പടിയിൽ എന്താണ്? ഐ വിൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ വരുമെന്നല്ല പറയണത്. ഉടമ്പടിയിൽ പ്രസൻസ് ഫീൽ ചെയ്യാൻ കാര്യം എന്താണ്? വാഗ്ദാനം ഉള്ളത് കൊണ്ടാണ്. എവിടെയെല്ലാം ദൈവം വാഗ്ദാനം എബ്രാഹത്തോട് ചെയ്തപ്പോഴും പറഞ്ഞു ഐ വിൽ കം വിത്ത് യു. മോസസിന് വാഗ്ദാനം ചെയ്തപ്പോൾ പറഞ്ഞു, ഉടമ്പടി ചെയ്തപ്പോൾ പറഞ്ഞു ഐ വിൽ കം വിത്ത് യു. കർത്താവ് തിരിച്ചു പോകാൻ നേരത്തും പറഞ്ഞു ഐ വിൽ ബി വിത്ത് യു അൺടു ദി ലാസ്റ്റ്. അന്ത്യം വരെ ഉണ്ടാവും. ദൈവത്തിൻ്റെ ഒരിക്കലും പ്രതിരോധിക്കാനാവാത്ത ഉടമ്പടിയുടെ വാഗ്ദാനപ്രകാരമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് ഉറപ്പുവരുത്തിയ സന്തതികളാണ് വിശ്വാസികൾ. എൻ്റെ പേര് ജിജോമോൾ, ഇതിന് മമ്മി റോസമ്മ, എൻ്റെ മോള് എഡ്രില്ല. ഞങ്ങൾ ഇവൾക്ക് ലഭിച്ച ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഞങ്ങൾ കോട്ടയം ജില്ലയിലെ ഉമ്മിക്കുപ്പ ഇടവകയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് UK-യിലായിരുന്നു. 2023 ഡിസംബർ 7 ഇവക്കൊരു പനി വരികയും, സാധാരണ കുട്ടികൾക്ക് വരുന്ന പോലെ ഒരു പനി വന്നതാണ്. ഞങ്ങളത്ര കാര്യമായി എടുത്തില്ല. 2 ദിവസം 3 ദിവസമായപ്പോഴത്തേക്കും ഇവൾ ഭയങ്കരമായി വീക്കാകുകയും ഫുഡൊന്നും കഴിക്കാതെ വരികയും ഫുൾ ടൈം ഉറക്കവുമായി. അപ്പോൾ കൊണ്ട് ക്ലിനിക്കിൽ കാണിച്ചപ്പോൾ ആൻറ്റിബയോട്ടിക് കൊടുത്തു. UTI ആണെന്ന് പറഞ്ഞു. ആൻറ്റിബയോട്ടിക് കൊടുത്ത് പെട്ടെന്ന് തന്നെ അവളുടെ പനി പോയി. പക്ഷേ അവൾ ഫുഡൊന്നും പിന്നെയും കഴിക്കുന്നില്ല, ഫുൾ ടൈം ഉറക്കമായിരുന്നു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചാൽ പോലും ഇരുന്നിടത്തിരുന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ എനിക്ക് എന്തോ തോന്നി, ഞാനൊരു നേഴ്സാണ്, ഇതെത്തോ ശരിയല്ല എന്ന് തോന്നി. പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ ചെന്ന് ഞങ്ങൾ രാവിലെ തൊട്ട് ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം വരെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലിരുന്നു. അവർക്ക് പ്രത്യേകിച്ച് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഡീഹൈഡ്രേറ്റഡ് ആണെന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ടും അവരൊന്നും പ്രത്യേകിച്ച് കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, മോൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നാലും ഒബ്സർവേഷന് വേണ്ടിയിട്ട് ഇന്നൊരു ദിവസം ഇവിടെ കിടത്താമെന്ന് പറഞ്ഞു. ചെസ്റ്റ് എക്സ്റേ ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, അതെല്ലാം നോർമലായിട്ടാണ് വന്നത്. രാത്രി 10 മണിയായപ്പം ഞാൻ വീട്ടിലേക്ക് പോന്നു. മൂത്ത മകൻ തന്നെ ഉണ്ടായിരുന്നതാണ്, അവനെയും കൊണ്ട് വീട്ടിലേക്ക് പോന്നു. ഹസ്ബൻഡ് മാത്രമായിരുന്നു കൊച്ചിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നത്. 10 മണിയായപ്പോൾ എന്നെ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞു, മോൾക്ക് എന്തോ വയ്യാഴികയുണ്ട്, നീ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഒരാളെ കൊച്ചിനെ ഏൽപ്പിച്ചിട്ട് ഇവിടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ റെസ്പോൺസ് ചെയ്യുന്നില്ല, അൺറെസ്പോൺസീവായി. ഇവർക്ക് സീഷർ വരുന്നു, ഒന്നിനോടും പ്രതികരിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ എന്താണ് അവിടെ നടക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. 1 മിനിറ്റ് കൊണ്ട് ഭൂമി കീഴ്മേൽ മറിഞ്ഞു. ഇവിടെ പെട്ടെന്ന് തന്നെ ഇൻറ്റുബേറ്റ് ചെയ്തു, വെൻറ്റിലേറ്ററിലേക്ക് മാറ്റി. ഇൻറ്റുബേറ്റ് ചെയ്യാനായിട്ട് ആ ഹോസ്പിറ്റലിൽ ഒരു പീഡിയാട്രിക് ICU അല്ലെങ്കിൽ പീഡിയാട്രിക് ഡോക്ടേഴ്സോ ഇല്ലാത്തതിനാലും മെഡിക്കൽ അഡൽട്ടിൻ്റെ ഡോക്ടർ വന്നാണ് ഇൻറ്റുബേറ്റ് ചെയ്തത്. ഇൻറ്റുബേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അവിടെ പീഡിയാട്രിക് ICU ഇല്ലാത്ത കാരണം വേറൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞു. ആ ഹോസ്പിറ്റലിലേക്ക് പോകണമെങ്കിൽ 1 അവർ ജേർണി ഉണ്ട് ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന്. അവിടെ നിന്ന് ആംബുലൻസ് വന്ന് ഇവിടെ രാവിലെ ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് പീഡിയാട്രിക് ICU ഉള്ള UK-ലെ ഹോസ്പിറ്റലാണ്. അവിടെ ചെന്ന് പിറ്റേ ദിവസം തന്നെ ഇവരുടെ MRI സ്കാൻ അവർ ചെയ്തു. MRI സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് കണ്ടത് അവളുടെ ബ്രെയിൻ ഫുൾ സ്വെല്ലിംഗ് ആണ്. ഒത്തിരി പ്രാവശ്യം അവൾക്ക് സീഷേഴ്സ് വന്നിട്ടുണ്ട്. അത് ഒരു പ്രാവശ്യം വന്നതല്ല, കുറേ ദിവസങ്ങളായിട്ട് വരുന്നത് പോണക്കുള്ള ഒരു സീഷറിൻ്റെ ഒരു ഇത് കൂട്ട്. ഒരുപാട് അവളുടെ ബ്രെയിനിൽ സൂചി കിട്ടാൻ സ്ഥലമില്ലാത്തതുപോലെ സ്ഥലത്ത് ബ്ലഡ് സർക്കുലേഷൻസ് ഇല്ലാതെ, ഓക്സിജൻ കിട്ടാതെ സെൽ ഡെത്തായ സ്ഥലങ്ങളുണ്ട്. അപ്പം ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഡോക്ടേഴ്സിന് അറിയില്ല. അവർ ചോദിച്ചു ഇതെങ്ങനെ സംഭവിച്ചു, നിങ്ങളിത് കാണുന്നില്ല, കൊച്ചിന് സീഷർ വന്നാൽ നിങ്ങൾ അറിഞ്ഞില്ലേ? ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിത് കണ്ടിട്ടില്ല, ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ഇതുവരെ ഒരിക്കലും വന്നിട്ടില്ല. അവർ പെട്ടെന്ന് തന്നെ ഞങ്ങളെ
മീറ്റിങ്ങിന് വിളിച്ചു, ഞങ്ങളോട് സംസാരിച്ചു. അപ്പം പ്രൊഗ്നോസിസ് പറയുകയാണ്, ഇവിടെ സർവൈവ് ചെയ്യാനായിട്ട് വളരെ ചാൻസ് കുറവാണ്. അഥവാ അവൾ രക്ഷപ്പെട്ടാൽ തന്നെ ഇവൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിസേബിലിറ്റി, ഒന്നെങ്കിൽ അവൾക്ക് സംസാരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നടക്കാൻ പറ്റില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരുപാട് ഡിസേബിലിറ്റീസ് ഉണ്ടാകും എന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ തളർന്നു പോയി. എന്താണ് സംഭവിക്കുന്നത്? ഇന്നലെ വരെ നടന്നുകൊണ്ടിരുന്ന കൊച്ചാണ് ഇന്ന് ഇങ്ങനെ നടക്കുന്നത്, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ആ സമയത്ത് 2 ദിവസം ആ സെയിം സ്റ്റേജിൽ തന്നെ അവൾ പോയി. 3-ാമത്തെ ദിവസമായപ്പോഴത്തേക്കും ഡിസംബർ 13-14 ദിവസങ്ങളിലാണ്. ആ ദിവസം എൻ്റെ നാത്തൂനൊക്കെ വന്നിട്ടുണ്ട്. അവർ കൃപാസന മാതാവിൻ്റെ കാശിരവുമായിട്ട് വന്നു. അന്ന് രാവിലെ ഡോക്ടർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളുടെ പ്യൂപ്പിൾസ് എല്ലാം ഡയലേറ്റഡ് ആയി ആൻഡ് ഫിക്സ്ഡ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കലിലുള്ളവരൊക്കെ അറിയാം, ഡെത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ഒന്നാമത്തെ ഒരു സൈനാണ് പ്യൂപ്പിൾസ് ഡയലേറ്റഡ് ആൻഡ് ഫിക്സ് ആകുക എന്നുള്ളത്. അതായിട്ടുണ്ട്. പിന്നെ ഇവിടെ കിഡ്നി ഒന്നും ഫങ്ഷൻ ചെയ്യുന്നില്ല, യൂറിൻ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 200-300 ml 15 minutes 20 minutes ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവർ പറഞ്ഞു ബ്രെയിൻ ഡെത്തായി, ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, ഐ ആം സോറി എന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞു. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. ഹാർട്ട് റേറ്റ് ഒക്കെ നോക്കുമ്പം എല്ലാം കുറഞ്ഞു വരുന്നു. ഞങ്ങൾക്ക് തന്നെ, ഞങ്ങൾ 2 പേരും നേഴ്സാണ്, ഞങ്ങൾക്ക് 2 പേർക്കും കണ്ടപ്പോഴേ മനസ്സിലായി. പക്ഷേ എൻ്റെ മനസ്സിത് അനുവദിച്ചില്ല. ഒന്നും കൊണ്ടും ഞാൻ ഇതൊന്നും സംഭവിക്കില്ല എന്ന് തന്നെ എൻ്റെ മനസ്സ് പറഞ്ഞു. ഞങ്ങൾ 2 പേരും പുറത്തിറങ്ങിയിട്ട് എന്നോട് ഹസ്ബൻഡ് ചോദിച്ചു, നീ ഒരു നേഴ്സല്ലേ, നിനക്ക് ഇത്രയും അവർ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ, എന്തുകൊണ്ടാണ് നീ ഇത്ര റിലക്റ്റൻ്റായിട്ട് നിൽക്കുന്നത്, നിനക്ക് അവർ പറയുന്നത് അക്സെപ്റ്റ് ചെയ്തുകൂടെ എന്ന് പറഞ്ഞു. നാട്ടിലുള്ള എല്ലാവരെയും അറിയിച്ചു. നാട്ടിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലും പല ഗ്രൂപ്പുകളിലും മോളുടെ ഫോട്ടോ വെച്ച് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ഫോട്ടോ വരെ വന്നു. ആ സമയത്ത് അവിടുത്തെ സിസ്റ്റർമാർ എന്നോട് ചോദിച്ചു, നിനക്ക് മോളുടെ കൂടെ ഒന്നുകൂടെ കിടക്കണോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി അവർ ലാസ്റ്റായിട്ട് എന്നോട് മോളെ ഒന്ന് കെട്ടിപ്പിടിച്ച് കിടന്നോളാം എന്നാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ കയ്യിൽ കൃപാസനത്തിൻ്റെ മാതാവിൻ്റെ കാശ് രൂപം എൻ്റെ നാത്തൂൻ എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അത് കൈ പിടിച്ചുകൊണ്ട് മോളുടെ അടുത്ത് പോയി കിടന്ന് കരഞ്ഞിട്ട് ഞാൻ ഒരുപാട് മാതാവിനോട് പ്രാർത്ഥിച്ചു. എനിക്ക് അന്നേരം പ്രാർത്ഥിക്കുന്നതിനേക്കാളും കൂടുതൽ കരയുമായിരുന്നു ഞാൻ ചെയ്തേ. അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി വന്നു മനസ്സിൻ്റെ ഒരു ശകല ശാന്തമായി കുറേ കറച്ച് കഴിഞ്ഞപ്പം പിന്നെ അന്നേരം ഇങ്ങനെ വെറുതായിട്ട് ഫോൺ ഓപ്പൺ ചെയ്തപ്പോഴാണ് കാണുന്നത്, ഫോണിൻ്റെ അകത്ത് എനിക്ക് ആരോ ഒരാൾ ഒരു കൃപാസനത്തിലെ ഒരു സാക്ഷ്യം വിട്ടേക്കുന്നത്. ഞാൻ 2019 ഉടമ്പടി എടുത്തതാണ്. പക്ഷേ അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഉടമ്പടി എടുത്തതാണ്, എന്നിട്ട് ഞാൻ ഉടമ്പടിയിലൊന്നും ഫോളോ ചെയ്തിരുന്നില്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആരോ എനിക്കൊരു സാക്ഷ്യം വിട്ടിരിക്കുന്നു. അത് ഒരു US-ലുള്ള ഒരു പേരൻസ് അവരുടെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാക്ഷ്യമായിരുന്നു. ആ കുഞ്ഞിനെ ഇവിടെ ചെന്നൈയിൽ കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്യുന്നത്, ഹാർട്ട് സർജറി കഴിഞ്ഞ ഒരു ഇതായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, ദൈവമേ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇവിടെ വന്നൊന്ന് സാക്ഷ്യം പറയാനൊരു അവസരം സാധിക്കില്ല. ഞാനും ഇവിടെ വന്നൊന്ന് സാക്ഷ്യം പറയും, മാതാവേ എൻ്റെ കുഞ്ഞിനെ നീ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ മമ്മിയെ വിളിച്ചു. അപ്പോൾ തന്നെ മമ്മിയെ വിളിച്ചിട്ട് മമ്മിയോട് പറഞ്ഞു, മമ്മി കൃപാസനത്തിൽ മമ്മി ഇപ്പം തന്നെ വേണം, ഞാൻ രാത്രിയിലാണ് വിളിക്കുന്നത്, മമ്മി ഇപ്പം പറ്റുമോ എന്ന് ചോദിച്ചു. മമ്മി പറഞ്ഞു രാവിലെ പോകാമെന്ന് പറഞ്ഞു. മമ്മിയും ഡാഡിയും കൂടെ രാവിലെ ഇവിടെ വന്നപ്പം അച്ഛനെ കാണാനായിട്ടാണ് വന്ന് അവർ അച്ഛനെ കണ്ടിട്ട് അപ്പം മോളുടെ ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റുന്ന ഒരു അവസരമായിരുന്നില്ല. പക്ഷേ ആരോ ഒരാൾ ഞങ്ങൾക്ക് ഒത്തിരി പേരുണ്ടായിരുന്നു, അവർ സഹായിക്കുന്ന ആരോ മമ്മിക്ക് ഫോട്ടോ അയച്ചു കൊടുത്തു. ആ ഫോട്ടോ ഇവിടെ കൊണ്ടുവന്ന് പ്രിൻ്റ് എടുത്ത് മാതാവിനെ കൊണ്ട് കാണിച്ചു. ആദ്യം അച്ഛൻ ഒന്നുകൊണ്ട് മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി. പിന്നെ രണ്ടാമത് തിരിച്ചു വന്നിട്ട് പിന്നെയും മാതാവിൻ്റെ അടുത്ത് മമ്മിയുടെ നിന്ന് ആ ഫോട്ടോ വാങ്ങിച്ചു കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ആ സെയിം സമയത്താണ് UK-ൽ ഞങ്ങൾ സാധാരണ ഇങ്ങനെയൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റുക എന്നുള്ളൊരു ഓപ്ഷനാണ് തരുന്നത്. പക്ഷേ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു കുഞ്ഞിനെ ഞങ്ങൾ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റില്ല എന്നൊരു പറഞ്ഞിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒന്നുകൂടി ഒരു CT സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ആ CT സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അവർ CT സ്കാൻ ചെയ്തിട്ട് എൻ്റെ റിസൾട്ട് വന്നപ്പം ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നോട് രാവിലെ പറഞ്ഞതിന് സോറി പറയുന്നു, അങ്ങനെയല്ല കാര്യങ്ങൾ, നമ്മളുടെ ഡയഗ്നോസിസ് തെറ്റിപ്പോയി, അവൾക്ക് ബ്രെയിനിൽ സ്വെല്ലിങ്സ് വളരെ കുറയുന്നുണ്ട്, അവളുടെ പീപ്പിൾസിന് വന്ന ഇത് കൂട്ട് ചിലപ്പോൾ അവൾ ഹൈ ഡോസസ് മെഡിസിനിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഒരുപാട് മെഡിസിൻ പോകുന്നുണ്ടായിരുന്നു. സീഷർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് കാരണം ഒരുപാട് മെഡിസിനുകൾ പോകുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കാരണം കൊണ്ടായിരിക്കാം അത് വരുന്നതെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് എന്നാണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. അമ്മയ്ക്ക് 1000 നന്ദി അവിടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം അവൾ അതേപടി പോയി. 24-ാം തീയതി ക്രിസ്മസിൻ്റെ അന്ന് 24-ാം തീയതി തലേദിവസം 24-ാം തീയതി അവൾ ആദ്യമായിട്ട് കണ്ണ് തുറന്നു. പക്ഷേ ചലിക്കുന്നൊന്നും ഇല്ലായിരുന്നു.
25-ാം തീയതിയായി അവൾ പതിയെ മൂവ്മെൻറ്റുകളൊക്കെയായി. അപ്പം ഒരു നേഴ്സ് ഓടി വന്ന് പറഞ്ഞു കണ്ണ് തുറന്നു, അവൾ കരയുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ മനസ്സിൽ അവൾ ഭയങ്കര കരച്ചിലാണ്. ഞങ്ങൾ ഓർത്ത് ഞങ്ങളെ കാണാതെ കരയുന്നതാണെന്ന് ഓർത്തു. അവളുടെ അടുത്ത് ചെന്നു, സമാധാനിപ്പിച്ചു. പക്ഷേ അവൾക്ക് മനസ്സിലാകുന്നില്ല ഒന്നും. ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഈ നിമിഷങ്ങളിലെല്ലാം, ഞാനും എൻ്റെ ഹസ്ബൻഡും 5:30 എഴുന്നേൽക്കും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും, അതുപോലെ തന്നെ ജപമാല ചെല്ലും. എന്നിട്ട് എന്നും വൈകുന്നേരങ്ങളിലും രാവിലെയും ഇവരുടെ തലയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൈവച്ച് പ്രാർത്ഥിക്കും. മക്കൾക്ക് മാതാപിതാക്കന്മാരിൽ നിന്ന് കിട്ടേണ്ട ഏറ്റവും വലിയ അനുഗ്രഹമാണ് 2 മാതാപിതാക്കൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നതെന്ന് എൻ്റെ മമ്മി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 25-ാം തീയതിയായി. ഇപ്പം ഭയങ്കര കരച്ചിലായി. അപ്പം ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, കാര്യം ചെയ്യാം, ഇവിടെ കണ്ണൊക്കെ ഓപ്പൺ ചെയ്തല്ലോ, നമുക്ക് എന്നാൽ ഒന്ന് എക്സ്റ്റുബേറ്റ് ചെയ്യാം, വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി നോക്കാം, ചിലപ്പോൾ തന്നെ അപ്പം തന്നെ ഇൻറ്റുബേറ്റ് ചെയ്യേണ്ടി വരും, എല്ലാം റെഡി ആയിട്ട് ഇരുന്നോളാൻ പറഞ്ഞു. അപ്പം ഈ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഇവൾ ഭയങ്കരമായിട്ട് വയലൻ്റായി. ഇവൾ ട്യൂബേ കയറി പിടിച്ച് വലിച്ചു. എന്നിട്ട് തന്നെ ആ സമയത്ത് തന്നെ അവൾ ഛർദ്ദിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഇവൾ ആസ്പിരേറ്റ് ചെയ്യും, ഇത് അതിനേക്കാളും വലിയ കോംപ്ലിക്കേഷനിലേക്ക് പോവുകയാണ്. എൻ്റെ കയ്യും കാലും തളർന്നു, എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നി. ഞാൻ അവിടെ വീഴുമെന്ന് തോന്നിയ സമയത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഹസ്ബൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൊച്ചിൻ്റെ അടുത്ത്. ഞാൻ പുറത്തിറങ്ങി വന്ന് എൻ്റെ മാതാവേ ഞാൻ എന്നെ ഇനി ചെയ്യുന്നേ എന്നോർത്ത് മൊബൈലെടുത്ത് ഒരു ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇടാം, റിക്വസ്റ്റ് ഇടാം എന്നോർത്തുകൊണ്ട് ഓപ്പൺ ചെയ്തപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഓൺലൈൻ ഉടമ്പടിയെക്കുറിച്ച് അറിഞ്ഞത്. അപ്പം ഞാൻ അന്നേരമാണ്, ഞാൻ എല്ലാവരും ഓൺലൈൻ ഉടമ്പടി പറയുന്നുണ്ടെങ്കിലും ഞാൻ ഓർത്തത് ലൈറ്റ് ക്യാൻഡിൽ പ്രയറിനെ കുറിച്ചാണ് പറയുന്നതെന്നാണ് ഓർത്തിരുന്നത്. അന്ന് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഞാൻ ഓൺലൈൻ ഉടമ്പടി ആ ഇരുന്ന ഇരിപ്പിൽ അവിടെ ഇരുന്ന് എടുത്തിട്ട് കുറച്ച് നേരമായി, 10-25 മിനിറ്റായി ഞാൻ ഇറങ്ങിപ്പോന്നിട്ട്. ആരെയും കാണുന്നില്ല. എന്താണ് അവിടെ സംഭവിച്ചത്? എന്തോ അകത്ത് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡ് നേരത്തെ ഇറങ്ങി വരേണ്ടതാണ്, എന്താണ് വരാത്തതെന്നോർത്ത് ഞാൻ പിന്നെ അകത്ത് കയറി ചെന്നു. അകത്ത് കയറി ഞാൻ ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച, അവളെ എക്സ്റ്റുബേറ്റ് ചെയ്ത് ട്യൂബിൽ നിന്നെല്ലാം മാറ്റി അവൾ ഫ്രീ ആയിട്ട് ഒരു ബൈപ്പാപ്പ്, ഒരു മെഷീനിൽ അവൾ കിടക്കുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പം മാതാവ്, ഞാൻ ഉടമ്പടി എടുത്ത അപ്പം തന്നെ മാതാവ് അവിടെ പ്രവർത്തിച്ചു തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം അവളെ HDയിലേക്ക് മാറ്റി. അവിടെ വെച്ച് ഇവൾ വർത്തമാനം പറയാനൊന്നും സംസാരിക്കുന്നില്ലായിരുന്നു. അപ്പം സംസാരിച്ച് തുടങ്ങിയാലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷയുള്ളത്. എന്തൊക്കെ ഡിസേബിലിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം ഒന്നും സംസാരിക്കുന്നില്ല. അവിടെ ഞങ്ങൾ രണ്ടുപേരും, ഞാൻ അന്നത്തെ ദിവസം 26-ാം തീയതി രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോള് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെടി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി മോള് സംസാരിക്കാൻ തുടങ്ങി. അന്ന് തന്നെ ഇവളെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. വാർഡിൽ വരുമ്പോൾ അവൾക്ക് എഴുന്നേറ്റിരിക്കാനൊന്നും പറ്റില്ല, അവൾ കിടക്ക് തന്നെയാണ്. 4 ഫിസിയോതെറാപ്പിക്കാർ വന്നിട്ട് ഒരുമിച്ചിരുത്തിയാണ് ഇവളെ പിടിച്ചേൽപ്പിച്ചിരുത്തുന്നത്. 2 പേര് അപ്പുറത്തും ഇപ്പുറത്തും നടുവിലും കാലിലും പിടിച്ചിട്ട് എഴുന്നേൽപ്പിച്ചിരുത്തുകയാണ് ചെയ്തത്. ആദ്യത്തെ ദിവസം അങ്ങനെ ചെയ്തു. 2ാമത്തെ ദിവസം അവർ 2 സ്റ്റെപ്പ് നടത്തിച്ചു. 3ാമത്തെ ഇപ്പം ഞാൻ പറഞ്ഞു, മാതാവേ എൻ്റെ കുഞ്ഞിനെ കളമാനികളെ പോലെ തുള്ളിച്ചാടാനുള്ള കഴിവ് കൊടുക്കണമേ എന്ന് പറഞ്ഞു കൃപാസനത്തിൻ്റെ ഈ തൈലം തേച്ച് അവിടെ 2 കാലിലും ഞാൻ തൈലം തേച്ച് പ്രാർത്ഥിച്ചു. ഇവിടുന്ന് കിട്ടിയ തൈലം എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് തേച്ച് ഞാൻ പ്രാർത്ഥിച്ചു. 3ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും ഇവൾക്ക് വേണ്ടി വീൽ ചെയറൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉടനെയൊന്നും നടക്കില്ല എന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു, കാരണം അവർ വീൽ ചെയറൊക്കെ കൊണ്ടുവച്ചു. പക്ഷേ അവൾ പെട്ടെന്ന് തന്നെ 3ാമത്തെ ദിവസമായപ്പോൾ തന്നെ ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ അവൾ നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അവൾ റിക്കവറായി. പക്ഷേ ഓരോ ദിവസവും ഡോക്ടേഴ്സ് വരുമ്പോൾ ഡോക്ടേഴ്സ് ചോദിക്കും, നീ എന്താണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്, എന്ത് അത്ഭുതമാണ് ഇന്ന് കാണാനുള്ളത്? അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, കാരണം ഇതെന്താണ് സംഭവിക്കുന്നത്. ഇതുവരെ അവരുടെ ഡയഗ്നോസിസ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല. കാരണം അവർക്ക് ലംബർ പഞ്ചർ ചെയ്താൽ മെനിഞ്ചൈറ്റിസോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നറിയാൻ പറ്റുള്ളൂ. മെനിഞ്ചൈറ്റിസ് ആണ് എന്നുള്ള വിശ്വാസത്തിലാണ് അവർ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതാണോ ഇല്ലെന്ന് കൺഫേമും അല്ല. ഓരോ ദിവസവും ഇവൾക്ക് മെഡിസിനുകൾ കുറച്ച് കൊണ്ടുവന്നു, നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. ജനുവരി 19-ാം തീയതി ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഡിസ്ചാർജ് തരാമെന്ന് പറഞ്ഞു. ഡിസ്ചാർജിൻ്റെ സമയത്ത് പറഞ്ഞു, ഒന്നും കൂടെ ഞങ്ങൾക്കൊരു MRIയും ഒരു ലംബർ പഞ്ചറും ചെയ്യണമെന്ന് പറഞ്ഞു. MRI ചെയ്തു. ലംബർ പഞ്ചർ നടുവിൽ നിന്ന് ഫ്ലൂയിഡ് കുത്തിയെടുക്കുന്നതാണ്, അങ്ങനെ സ്പൈനൽ കോഡിൽ നിന്ന് അത് കുത്തിയെടുത്ത് വിട്ട് ഞങ്ങൾക്ക് ഡിസ്ചാർജ് വന്നു. ഞങ്ങൾ വീട്ടിൽ വന്നു. അപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് വന്നത്. അതൊരു ഇടുത്തി പോണക്കൊരു റിസൾട്ടായിരുന്നു. 1 മില്യണിൽ 2-3 പേർക്ക് സംഭവിക്കാവുന്ന ഒരു അപൂർവ ഡിസീസാണ്, ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസായ മോഗ് ആൻറ്റിബോഡി പോസിറ്റീവ് എന്ന ഒരു ഡിസീസാണ് എന്ന് പറഞ്ഞു. മോൾക്കതാണ് എന്ന് പറഞ്ഞു. ആ ഡിസീസ് അതിനൊരു ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ, സ്റ്റിറോയിഡ്. അത് അവൾക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ അവളുടെ ഈ
അസുഖം 1 വർഷത്തിനുള്ളിൽ തന്നെ പിന്നെ റിപ്പീറ്റ് ആകാമെന്നും അവർ പറഞ്ഞു. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണമെന്ന് പറഞ്ഞു. ഇവൾ ഇപ്പം 1 വർഷം കഴിഞ്ഞു, ഒരു കുഴപ്പവുമില്ല. മാതാവിനോട് എന്നും രാവിലെയും വൈകിട്ടും തൈലം തേച്ച് ഇവളെ പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ എന്നും ഉപ്പ് കൊടുക്കും. ഒരു ദിവസം കിട്ടിയില്ലെങ്കിൽ അവൾ ഓടി വരും, മാതാവിനെ തൈലവും ഉപ്പും തരാമെന്ന് പറഞ്ഞ് വരും. അതുപോലെ തന്നെ പിന്നെ ഇവളതിന് ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ഇവൾ പറയുന്നതായിരുന്നു, മിറക്കിൾ മെഡിസിൻ എന്നായിരുന്നു അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മാജിക് മെഡിസിൻ എന്ത് എനിക്കത് താന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് തൈലത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവർക്ക് ഒരു കുഴപ്പമില്ല. ഇവിടെ ചെറിയ ടാബ്ലറ്റുകളൊക്കെ ഉണ്ട്, അതേ ഉള്ളൂ. ഇപ്പോൾ ഒരു കുഴപ്പവുമില്ലാതെ സുഖമായിട്ടിരിക്കുന്നു. ആ സമയത്ത് അവളുടെ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് അവൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവളുടെ ഇൻ്റലിജൻസ്, അവളുടെ IQ വളരെ കുറവായിരുന്നു. 6 വയസ്സുണ്ടായിരുന്നു അവൾക്ക്. പക്ഷേ ആ പ്രായത്തിലുള്ള പിള്ളേരുടെ IQ അല്ലായിരുന്നു അവൾക്ക് ആ സമയത്തുണ്ടായിരുന്നു, അതിനേക്കാളും വളരെ കുറവായിരുന്നു. അതൊക്കെ മാറി അവളിപ്പം നന്നായിട്ട് പ്രോഗ്രസ് ചെയ്തു, നന്നായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് വേറൊരു രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഈ സമയത്ത് തന്നെയാണ് ഞങ്ങൾ ഓസ്ട്രേലിയക്ക് പോകാനായിട്ടുള്ള സംഭവങ്ങളെല്ലാം ചെയ്തിരുന്നു. പക്ഷേ ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. UK ട്രീറ്റ്മെൻറ്റ് എല്ലാം ഫ്രീ ആണ്, ഇവിടെ അറിയുന്ന ഡോക്ടേഴ്സാണ്. ഇനി എന്താണ് മുമ്പോട്ട്, ഞങ്ങൾ ഇനി ഓസ്ട്രേലിയക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഈ മെയ് മാസം 2024 മെയ് മാസം തന്നെ എനിക്കൊരു ഒന്ന് പറഞ്ഞു തരണം, എന്താണ് ഒരു തീരുമാനം എടുക്കാൻ പറ്റണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ മാതാവിനോട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് 9 പ്രാവശ്യം ദിവസം ചെല്ലും, അല്ലെങ്കിൽ 18 പ്രാവശ്യം ദിവസം ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവ് ആ മാസം തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ തരികയും എനിക്ക് PR തന്ന് അനുഗ്രഹിക്കുകയും ഞങ്ങൾ ഈ നെക്സ്റ്റ് മാർച്ച് 23 UK പോവുകയും ഓസ്ട്രേലിയയിലേക്ക് പോവുകയും ചെയ്യുകയാണ്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഞാൻ 2019 ഉടമ്പടി എടുത്ത സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് കോവിഡ് ഭയങ്കര കൂടുതലായി, ക്രിറ്റിക്കലായി. ഹോസ്പിറ്റലൊന്നും കിട്ടാതിരുന്ന സമയത്താണ്, അഡ്മിഷനൊന്നും കിട്ടാതിരുന്ന സമയത്താണ്. ഒരു ദിവസം വീട്ടിൽ ഓക്സിജനൊക്കെ കിടത്തേണ്ടി വന്നു, ഭയങ്കര സീരിയസ് ആയിരുന്നു. ആ സമയത്ത് ഞാൻ ഇവിടെ വിളിച്ചു, അച്ഛനെ വിളിച്ചു. ആർക്കും ഫോൺ കിട്ടുന്നതല്ല, പക്ഷേ എന്തോ എനിക്ക് അച്ഛനെ അന്ന് ഫോണിൽ കിട്ടി. അച്ഛൻ എന്നോട് പറഞ്ഞു, ഒന്നുകൊണ്ട് നീ പേടിക്കണ്ട, മാതാവ് അവിടെയുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹസ്ബൻഡ് വളരെ പെട്ടെന്ന് തന്നെ റിക്കവറി ചെയ്തു. അതുപോലെ തന്നെ ഇവള് വയ്യാണ്ടിരുന്ന സമയത്തും ഞാൻ ഒരുപാട് സമയത്ത് 2-3 പ്രാവശ്യം അച്ഛനെ സ്വപ്നം കണ്ടിട്ടുണ്ട്. അച്ഛൻ എന്നോട് വന്ന് പറയുന്നതാണ് ഞാൻ കണ്ടത്, നീ ഉറങ്ങാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് എന്നോട് 2-3 പ്രാവശ്യം പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ ആ സമയത്ത് തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും ചെയ്ത് അങ്ങനെ ഓരോ ദിവസങ്ങളിലും വളരെ പെട്ടെന്നാണ് ഇവിടെ ഇമ്പ്രൂവ് ചെയ്ത്. 1000 നന്ദി ഞാൻ മാതാവിന് അർപ്പിക്കുന്നു. ഇതാണ് ഞങ്ങൾ മോള് ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴത്തെ ഫോട്ടോ. കാണാം, വെൻറ്റിലേറ്ററിലാണ്, ഫുൾ ട്യൂബ്സൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. അവരുടെ ഡിസീസ് മോഗ് ആൻറ്റിബോഡി എന്നാണ് പറയുന്നത്. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അത് വരുന്നത്, അതിന് ആദ്യത്തെ സൈൻ ആൻഡ് സിംറ്റം എന്ന് പറഞ്ഞാൽ ഒന്നിൽ കണ്ണിലാണ് വരുന്നത്, അല്ലെങ്കിൽ സ്പൈനൽ കോഡിലാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഒപ്റ്റിക് നെർവിനെ അല്ലെങ്കിൽ സ്പൈനൽ നെർവിനെയാണ് വരുന്നത്. അപ്പോൾ ഒപ്റ്റിക് നെർവിൽ വരുവാണെങ്കിൽ കണ്ണിന് കാഴ്ച പോകും, അല്ലെങ്കിൽ സ്പൈനൽ കോഡിനാണെങ്കിൽ അതിൽ ബ്ലാഡറിൻ്റെ ഇതൊക്കെ പോകും. അതുകൊണ്ട് അതാണ് അതിന് വരുന്നത്. അത് പെട്ടെന്ന് തന്നെ ബ്രെയിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. ബ്രെയിൻ ഫുൾ ഡാമേജ് ആകുന്ന ഒരു ഡിസീസാണ് അത്. അതിൽ നിന്നെല്ലാമാണ് മാതാവ് അവളെ ഇത്രയും കാര്യമായിട്ട് സംരക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. ഞാൻ ഇന്നാണ് ഉടമ്പടി എൻ്റെ 2019 എടുത്തതിന് ശേഷം ഇന്നാണ് ആദ്യമായിട്ട് പുതുക്കിയത്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പുതുക്കാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് പുതുക്കിയത്. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞങ്ങൾ UK ചെന്ന് കഴിഞ്ഞപ്പം എല്ലാവർക്കും സംഭവിക്കുന്നത് പോണക്ക് തന്നെ ഒരു പ്രാർത്ഥനയിൽ നിന്നെല്ലാം വിട്ടുമാറി നിന്ന ഒരു സമയമായിരുന്നു ഞങ്ങളുടേത്. അതിൽ നിന്നെല്ലാം തിരിച്ചു കൊണ്ടുവരാനായിട്ട് മാതാവ് ഞങ്ങളെ വഴിയൊരുക്കിയതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നും കുടുംബ പ്രാർത്ഥന ഞങ്ങൾക്കിപ്പോൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. രാവിലെ 5:30 ആകുമ്പോൾ ഞാൻ ഹസ്ബൻഡ് കേൾക്കും. ഞങ്ങൾ 2 പേരും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. ഞാൻ 2 പേരുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ എല്ലാ ഞായറാഴ്ചകളിലും കുർബാന മുടക്കാതെ ഞങ്ങൾ പോകും. എനിക്ക് ഇട ദിവസങ്ങളിൽ പോകാൻ പറ്റാത്തത് കാരണം എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും ഞങ്ങൾക്ക് പോകാൻ പറ്റും. കുമ്പസാരങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞങ്ങൾക്ക് അവിടെ കൂടുതൽ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തതാണ്. നാട്ടിലാണ് ചെയ്യുന്നത്. ഒരുപാട് പേരെ ഞങ്ങൾ സഹായിക്കാറുണ്ട്. ഒരുപാട് ആൾക്കാരെ സഹായിക്കാറുണ്ട്. അത് ഇവിടെ ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ടല്ല, അതിന് മുമ്പ് തൊട്ടേ ഞങ്ങൾ ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട്. ഈ ആൾത്താരിൽ വന്ന അമ്മ മാതാവിനോടും ദൈവമാനോടും അടുത്ത് സാക്ഷ്യം മാറുവാൻ സാധിച്ചതിൽ എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്.
ഞാൻ 2018 ഉടമ്പടി എടുത്തത്. അത് എൻ്റെ മോൾക്ക് വേണ്ടിയാണ് എടുത്തത്. അവളുടെ IELTS വേണ്ടിയിട്ടാണ്. അത് സാധിച്ചു തരികയും അവൾ ഓസ്ട്രേലിയയിലേക്ക് പോവുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥനയോടുകൂടിയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഞങ്ങളുടെ ഈ 2 ഇൻസിഡൻറ്റ് ഞങ്ങൾക്ക് വളരെ വിഷമമായി. ഞങ്ങളുടെ കുടുംബത്തിന്, എൻ്റെ മോനും എൻ്റെ കൊച്ചുമോൾക്കും വന്ന സംഭവം. പക്ഷേ ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥനയോടുകൂടി ഞങ്ങളുടെ നാട് നടുങ്ങി അതുപോലെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലം ദൈവമാതാവ് ഉണ്ണീശോയും ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അതുപോലെ ഞങ്ങൾ ഒത്തിരി പാവങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒത്തിരി സഹായം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പറ്റുന്നത് പോലെ ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തനം ഇതുപോലെ വന്ന് മാസം തോറും ഞാനിവിടെ ഉടമ്പടി പുതുക്കുന്നുണ്ട്. ഇപ്പോൾ 4 ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മോളുടെ ഈ കാര്യം പറഞ്ഞ് ഞാനാണ് വന്ന് ഈ ഇത് കാണിച്ച് അച്ഛനെ കണ്ട് എല്ലാം അച്ഛൻ പ്രാർത്ഥിച്ച് ഒത്തിരി സാധിച്ചു. ദൈവമാതാവിനും ഉണ്ണീശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ വീണ്ടെടുത്ത് മാതാവും ദൈവകുമാരനും ഞങ്ങൾക്ക് ഈ മോളെ തിരിച്ചു തന്നതിന് ഒത്തിരി നന്ദിയോടുകൂടി ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്തിന് സ്തുതി, നന്ദി. പുറപ്പാട് 34:10 ഇതാ ഞാനൊരു ഉടമ്പടി ചെയ്യുന്നു, ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും. അത്ഭുതങ്ങളെ അവകാശമാക്കുന്ന ഉടമ്പടി ഒരു ആത്മീയ സ്വകാര്യ ബന്ധമാണ്. എങ്ങനെ ദൈവവുമായിട്ടുള്ള ഉടമ്പടിയിൽ ദൈവം ഒരു കക്ഷി, നമ്മൾ മറ്റൊരു കക്ഷി. ഇവിടെ ദൈവം എങ്ങനെയാണ് ഓരോ കുടുംബത്തിലേക്കും തൻ്റെ സാന്നിധ്യ അനുഭവം അവർക്ക് ബോധ്യമാകുന്ന രീതിയിൽ അവരുടെ ജീവിതത്തിൽ ഇടപെടുക. ഈ സംഭവം, അതായത് ഈ കുഞ്ഞിൻ്റെ രോഗം ഞങ്ങളെ കൂടുതൽ തീഷ്ണതയുള്ളവരാക്കി, കുറേ കൂടി ഞങ്ങളുടെ പ്രാർത്ഥന തീഷ്ണതയുള്ളതാകുവാനും കുടുംബ പ്രാർത്ഥന മുടക്കാതിരിക്കുവാനും വിദേശത്തേക്ക് പോകുന്ന എല്ലാവർക്കും ഉള്ളതുപോലെ ഞങ്ങളും താളം തെറ്റിപ്പോയിരുന്നു ആത്മീയ ജീവിതത്തിൽ. എന്നാൽ അതൊക്കെ ഞങ്ങൾക്ക് തിരികെ കിട്ടുവാനായിട്ട് കുഞ്ഞിൻ്റെ ഈ അവസ്ഥ ഞങ്ങളെ സഹായിച്ചു. അതാണ് പോസിറ്റീവായിട്ട് ഈ മകൾക്ക് ഇന്നിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. കുഞ്ഞിൻ്റെ അസുഖം എന്താണ്? മില്യണിൽ 2-3 പേർക്ക് വരുന്ന അസുഖം. അപ്പോൾ അത് കുഞ്ഞിന് വരുന്നതും ഒരു നിമിഷം കൊണ്ട്, അതായത് തലേ ദിവസം വരെ നടന്ന കുട്ടി പിറ്റേ ദിവസം വെന്റിലേറ്ററിലാകുന്ന അവസ്ഥ, കുഞ്ഞിൻ്റെ ഫോട്ടോ വെച്ച് ആദരാഞ്ജലികൾ വരെയും അർപ്പിച്ച അവസ്ഥ. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ എങ്ങനെ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ അമ്മ ഒരിക്കലും മറക്കുന്നില്ല. ഉടമ്പടി എടുത്ത നമ്മുടെ ഒരു ആവശ്യം വരുമ്പോഴല്ല പിന്നീട് വന്ന് ഉടമ്പടി പുതുക്കേണ്ടത്. നാം ഉടമ്പടിയിൽ അതിന് 90 ദിവസം എന്നുള്ള ഒരു ദിവസത്തിൻ്റെ കാര്യമല്ല നോക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറണം ഉടമ്പടി. അങ്ങനെ ഉടമ്പടി ജീവിതത്തിൽ ഇപ്പോൾ ദിവസങ്ങളൊന്നും ഞാൻ നോക്കുന്നില്ല എന്ന് ഇവിടെ പറഞ്ഞ സാക്ഷ്യങ്ങളും ഈ ഇടയ്ക്ക് തന്നെ ഉണ്ടായി. 90 ദിവസങ്ങളായോ, ഇങ്ങനെയൊന്നും നോക്കാതെ ഉടമ്പടി തന്നെ തങ്ങളുടെ ജീവിതത്തിൽ അതൊരു ഉടമ്പടിയാണ് ഏറ്റവും വലിയ നിയോഗം. നമ്മുടെ നിയോഗങ്ങളല്ല നിയോഗമായി മാറേണ്ടത്. അങ്ങനെ ജീവിക്കുന്ന ഒത്തിരിയേറെ മക്കൾ ഇന്ന് കൃപാസനത്തിലൂടെ ഈശോയിലേക്ക് അടുക്കുകയാണ്. തൻ്റെ കുഞ്ഞിങ്ങനെ കിട്ടിയ രോഗസൗഖ്യം ഡോക്ടേഴ്സിനൊന്നും പറയാനില്ല. എന്താണ് ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയാൻ പറ്റാത്ത അവസ്ഥ. ഡയഗ്നോസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ കുഞ്ഞ് ക്രമേണ സൗഖ്യപ്പെടുന്ന അവസ്ഥ. പിന്നീട് ഈ കുഞ്ഞിൻ്റെ കൃഷ്ണമണി പോലും അറസ്റ്റായിപ്പോയി. അതായത് കൃഷ്ണമണിയൊന്നും അനങ്ങുന്നില്ല. അപ്പോൾ ഒരു നേഴ്സായ ഈ മകൾക്കറിയാം കുഞ്ഞ് ഏതവസ്ഥയിലാണെന്നുള്ളത്. അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ നിന്നാണ് ഇന്ന് ഈ മകളെയും കൊണ്ട് ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയുക. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ കൈവയ്പ് പ്രാർത്ഥന കിട്ടിയ ആ ക്ഷണം തന്നെ അവിടെ കുഞ്ഞിന് അനക്കമുണ്ടായി എന്നാണ് നാം കേട്ടത്. അപ്പോൾ നാം എവിടെയാണ് എന്നല്ല, അമ്മ നമ്മുടെ കൂടെ ഉണ്ടോ എന്നാണ് നാം നോക്കേണ്ടത്. നാം എവിടെയും ആയിരിക്കട്ടെ, ലോകത്തിൻ്റെ ഏത് അതിർത്തിയിലുമായിരിക്കട്ടെ, പരിശുദ്ധ അമ്മയും ഈശോയും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നടക്കാത്ത അത്ഭുതങ്ങൾ, ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം.